ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ വെറുതെ കളയുന്ന ഉള്ളിത്തോല് കൊണ്ടുള്ള കുറേ ടിപ്സുകളാണ്. നമുക്ക് ഈ ഉള്ളിത്തോല് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോയിൻറ്റ് പെയിൻസിന് ഒരു നല്ല റിലീഫായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കമില്ലായ്മയ്ക്ക് ഇതുപയോഗിച്ച് നല്ലൊരു ടീ തയ്യാറാക്കാം. പിന്നീട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക് ശല്യം പരിഹരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അങ്ങനെ കുറേ അധികം യൂസ് നമ്മുടെ ഈ ഉള്ളിത്തൊലി കൊണ്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിനുണ്ടാകുന്ന പെയിൻസിന് ഈ ഉള്ളിത്തൊലി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും കൈക്ക് കാലിന് ഒക്കെ വേദന ഉണ്ടാകാറുണ്ട്. നമുക്ക് ആ ഒരു ടൈമിൽ ഇതുപോലെ ഉള്ളിത്തൊലി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കോട്ടൻ്റെയോ മറ്റോ ഒരു തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഡസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു പൗച്ച് പോലെ നമുക്കൊന്ന് തച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഉള്ളിത്തോല് ആ പൗച്ചിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാ ഉള്ളിയുടെയും തോല് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അതായത് നമ്മൾ വെളുത്തുള്ളിയുടെ ആയാലും ചെറിയ ഉള്ളിയുടെ ആയാലും സവാളയുടെ ആയാലും ഏത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു പൗച്ചിലേക്ക് നിറച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു വായ് ഭാഗത്ത് ഒന്ന് തച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ക്ലോത്ത് ക്ലിപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചാലും മതിയാകും. ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ദോശത്തവയോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാനോ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ നിറച്ചെടുത്ത ആ ഉള്ളിത്തോല് നിറച്ചെടുത്ത ആ പൗച്ച് നമ്മൾ ആ പാനിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പാൻ നല്ലതുപോലെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിത്തോല് നിറച്ച ആ ഒരു പൗച്ച് നമുക്കതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് പിടിച്ചാൽ മതി, അപ്പോൾ തന്നെ നല്ലതുപോലെ ചൂടായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ആ ഒരു ചൂടായ പൗച്ച് നമുക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേദനയ്ക്കൊക്കെ നല്ലൊരു റിലീഫ് കിട്ടും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. എനിക്കാണെങ്കിൽ സ്ഥിരമായിട്ടും നമ്മുടെ ഈ ഒരു മുട്ടിൻ്റെ കുഴയുടെ ഭാഗത്തൊക്കെ വേദന വരാറുള്ളതാണ്. പ്രത്യേകിച്ചും തണുപ്പ് സമയത്ത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിലീഫാണ് കിട്ടുന്നത്. ഈ ഒരു പൗച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു വായ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേദന വരുമ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഉള്ളിത്തൊലി കൊണ്ടുള്ള അടുത്ത ടിപ്പ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. നമ്മളിത് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ചിലരൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയുടെയൊക്കെ മൂട്ടിലിട്ട് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഉപയോഗിക്കുന്നതിലും നല്ലതാണ് നമുക്ക് ഇതുപോലൊരു ഡപ്പയിലേക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ്, അതായത് നമ്മൾ പീല് ചെയ്യുന്ന ബനാനയുടെ പീലായാലും പച്ചക്കറിയുടെയൊക്കെ പീല് ഇതുപോലൊരു ഡപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിതുപോലെ കുറച്ച് ഉള്ളിത്തൊലി കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫെർട്ടിലൈസർ തയ്യാറാക്കി എടുക്കുമ്പോൾ പൂക്കാത്ത ചെടികൾ പോലും നല്ല പോലെ കൊല കുത്തി പൂക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കഞ്ഞവെള്ളമാണ്. നമ്മൾ അരിയൊക്കെ ഊറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ കഞ്ഞവെള്ളം അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് 2 ദിവസം എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പം ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം നമ്മളിട്ട ആ പച്ചക്കറിയുടെ പീലും ഒണിയൻ്റെ തോലും ഒക്കെ കൂടെ ഒരു സ്ലെറി പോലെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു ഡപ്പയിലേക്ക് നമുക്കിതുപോലൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സ്ലെറി നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെടികൾക്ക് ഉപയോഗിക്കരുത്. ഇത് നല്ലൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഇത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈ ഒരു സ്ലെറി ഒഴിച്ച് നമ്മുടെ ചെടികളുടെയൊക്കെ മൂട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരിയേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ റോസാ പോലുള്ള പൂക്കുന്ന ചെടികളൊക്കെ നല്ലപോലെ തഴച്ചു വളരുകയും നല്ലപോലെ പൂ പിടിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഉള്ളിത്തോല് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഒരു ടീ ആണ്. ചില ദിവസങ്ങളിൽ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കാരണം നല്ലതുപോലെ ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് ഉള്ളിത്തോല് വെച്ചിട്ട് ഒരു ടീ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ടീ കപ്പിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത കുറച്ച് ഉള്ളിത്തോല് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കാം.
ഈ ഒരു ടീ നമുക്ക് നല്ലപോലെ ഉറക്കം കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കോൾഡ് കോൾഡൊക്കെ ഉള്ളൊരു ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു ടീ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും. നമുക്കെല്ലാവർക്കും അറിയാം ഓണിയൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് ഒരു ചെറിയ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഉറക്കം കിട്ടും നൈറ്റിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് കോൾഡോ കഫോ ഒക്കെ ഉള്ള ടൈമിലും നല്ല റിലീഫ് കിട്ടും. ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഡാൻഡ്രഫിനും അതുപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ പോലെ വന്നിട്ട് ഒരു ചൊറിച്ചിലും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ നമുക്ക് നല്ലൊരു ഹെയർ ടോണറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിയുടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഹെയർ ടോണറായിട്ട് മാത്രമല്ല നല്ലൊരു സ്കിൻ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മളിതുപോലെ ഉള്ളിത്തൊലി ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ട് ഒരു പിങ്കിഷ് കളർ വരും. നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഇട്ട ആ വെള്ളം നല്ലതുപോലെ തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സൊല്യൂഷൻ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ ആ സൊല്യൂഷൻ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ഇത് നിറച്ച് വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ സ്കാലപ്പിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി കളയുകയാണെങ്കിൽ ഡാൻഡ്രഫിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഇച്ചിങ്ങും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാറും. മാത്രവുമല്ല നമ്മുടെ ഹെയർ നല്ലൊരു ഷൈനിങ് ആവുകയും ഒരു തിക്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും നമ്മുടെ ഹെയറിന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ടോണർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു ഉള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കൊതുകൊക്കെ ഓടിക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഒണിയൻ എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യേണ്ടതില്ല. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മുടെ വീട്ടിൽ എത്ര വൃത്തിയാക്കിയാലും കൊതുകുകളൊക്കെ വന്നിരിക്കുന്നത് കർട്ടൻ്റെ പിറകിൽ അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടിയിലൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഉള്ളി ഇതുപോലെ കട്ടിലിൻ്റെ അടിയിലോ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലോ ചെറിയ ഒരു ബൗളിലാക്കി വെക്കുകയാണെങ്കിൽ ഈ ഉള്ളിയുടെ ഒരു സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടുമ്പോൾ മുട്ട ചില സമയങ്ങളിൽ പൊട്ടിയിട്ട് അതിനുള്ളിൽ വെള്ളമൊക്കെ കയറാറുണ്ട്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അതിനായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് ഉള്ളിത്തൊലി ഇട്ടതിന് ശേഷം പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിപ്പോവുകയോ അതിനുള്ളിൽ വെള്ളം കയറുകയോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കാനും പറ്റും. സാധാരണ നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങുമ്പോൾ ആ വെള്ളത്തിൽ മുട്ട പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് വിനെഗറോ അതല്ലെങ്കിൽ ഉപ്പോ ഇട്ടാണ് പുഴുങ്ങുന്നത്. ഇനി നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ ഇതുപോലെ ഉള്ളിത്തൊലി ഇട്ടൊന്ന് പുഴുങ്ങി നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. ഇനി നമ്മുടെ ഉള്ളിത്തോൽ ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ടിപ്പെന്ന് പറയുന്നത്, കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ കൊതുകൊക്കെ കുത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിട്ട് അവിടെ ഒരു പാട് വരികയും അതുപോലെ തന്നെ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഉള്ളിത്തൊലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉള്ളിത്തൊലി ഇട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ ഉപ്പ് ഒന്ന് അലിഞ്ഞ് ചേരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മളിട്ട ഉപ്പൊക്കെ നല്ലതുപോലെ അലിഞ്ഞിട്ട് ആ വെള്ളം നല്ലതുപോലെ തിളച്ച് ആ ഉള്ളിത്തോലിൻ്റെ കളറൊക്കെ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം തണുത്തതിന് ശേഷം പ്രാണി കടിച്ച് തടുത്ത ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ തടുപ്പൊക്കെ മാറും. എന്ന് മാത്രമല്ല ആ ഒരു ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.
ഉള്ളിത്തോലിൻ്റെ വീഡിയോ പോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഉപ്പ് കൂടിയാൽ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള വീഡിയോ, മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗങ്ങൾ, അങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.